നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭാവഗായകന് പ്രണാമം അർപ്പിച്ച് കേരളം. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച. സംസ്കാര ചടങ്ങുകൾ നടക്കുക എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്ത് തറവാട്ടിൽ. പ്രിയ ഗായകന് അന്ത്യോപചാരമർപ്പിക്കാൻ തൃശൂരിലെത്തിയത് ആയിരങ്ങൾ. പട്ടാമ്പി കീഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 50% പൊള്ളലേറ്റ വീട്ടമ്മ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തിക്കെത്തിയപ്പോൾ തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചത് കീഴായൂർ കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ ജയ. CPM-ൽ അച്ചടക്ക നടപടി നേരിട്ട PK ശശി UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിൽ സ്നേഹമധുരം പരിപാടിയുടെ ഉദ്ഘാടകനായി. വ്യത്യസ്ത നിലപാട് പുലർത്തുന്നവരോട് കുടിപ്പകയില്ലെന്നും നിലപാടുകൾ പറയാൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ലെന്നും PK ശശി. ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ ശേഷിക്കെ KTDC ചെയർമാൻ കൂടിയായ PK ശശി UDF നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടത് CPM-ൽ ചർച്ചയാകുന്നു. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ. കേസ് അന്വേഷണത്തിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിനപ്പുറം CBIക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ 25-ന് കാൽനട ജാഥ നടത്തും. വിവാദങ്ങൾക്കൊടുവിൽ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കിരീടം നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. നടപടി നേരത്തെ ജേതാക്കളായി പ്രഖ്യാപിച്ച എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തിയത് പോയിന്റ് പട്ടികയിലെ ക്രമക്കേടിനെ തുടർന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ. ട്രോഫിക്ക് നടുവട്ടം സ്കൂളിൽ ഉജ്ജ്വല വരവേൽപ്പ്. ചെറുതുരുത്തിയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ വൻ കൃഷിനാശം. മേച്ചേരി നമ്പ്രം കുളമ്പുമുക്ക് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. കർഷകരെ സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മാലിന്യമുക്ത നവകേരളം. പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്ന് അധികൃതർ. ഷൊർണൂരിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ. ഒറ്റപ്പാലത്തിന് ഇത് സിനിമയുടെ വസന്തകാലം. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വള്ളുവനാടിന്റെ സാംസ്കാരിക നഗരിയിൽ തിരിതെളിഞ്ഞു. ചലച്ചിത്രോത്സവം ജനുവരി 12 വരെ. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്തെ തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം രാവിലെ പൂങ്കുന്നത്തെ വസതിയിലെത്തിച്ചു. ആയിരങ്ങൾ ഭാവഗായകന് അന്ത്യോപചാരമർപ്പിച്ചു. വസതിയിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് ഭാവഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. മന്ത്രിമാരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. മലയാളത്തിന്റെ ഗായകൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി മലയാളത്തിൽ മാത്രമല്ല 6ഓളം ഭാഷകളിൽ പാടുകയും അത് അതിഗംഭീരമായി മലയാളിയുടെയും ലോകത്തിന്റെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്തൊരു ഭാവഗായകന് കേരളം യാത്ര പറയുമ്പോൾ ഒരു തലമുറയുടെ പ്രത്യേകമായൊരു ഘട്ടം അവസാനിക്കുകയാണ്. മലയാളത്തിലെ സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാന ഭാജനങ്ങളിൽ ഒരാളാണ് വിടവാങ്ങിയത്. നന്നേ ചെറുപ്രായം മുതൽ നാഷണൽ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ മൃദംഗത്തിലും ലളിത സംഗീതത്തിലുമെല്ലാം സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിൻ്റെ അഭിമാനമായി മാറുകയും അധ്യാപകരുടെയും സഹൃദയ ലോകത്തിൻ്റെയും എല്ലാം ഓമനയായി മാറുകയും ചെയ്ത ശ്രീ ജയചന്ദ്രനെ ജയൻകുട്ടനായും ജയചന്ദ്രൻകുട്ടനായും ഒക്കെ കാണുന്ന മുതിർന്ന തലമുറ ഞങ്ങളോടൊപ്പമുണ്ട്. ജയചന്ദ്രന് പകരം വയ്ക്കാൻ മറ്റൊരു ജയചന്ദ്രനില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജയചന്ദ്രന് പകരം വേറൊരു ജയചന്ദ്രനില്ല. അത് മലയാളിയെ സംഗീതാസ്വകരെ വേദനിപ്പിക്കുന്നൊരു കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ ജയചന്ദ്രന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് VM സുധീരൻ പ്രതികരിച്ചു. എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷെ തലമുറകൾ മാറിയെങ്കിലും
ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. മലയാളികൾ എവിടെയിരുന്നും ആസ്വദിച്ചിരുന്ന ആ നാദം ഇത് ഇല്ല എന്നുള്ളത് നമുക്കൊരു വലിയ നഷ്ടമാണ്. വ്യക്തിപരമായ നഷ്ടമാണെന്നും സഹോദരതുല്യ ബന്ധമായിരുന്നു ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നതെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. ഒരു ജയനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ, എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ. അതാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ 58 വർഷത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല. ശനിയാഴ്ച രാവിലെ 8:30യോടെയായിരിക്കും മൃതദേഹം പറവൂർ ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോവുക. നാളെ വൈകുന്നേരം 3:30-ക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ജയചന്ദ്രൻ്റെ വിയോഗത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ മറ്റ് പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഏറെ നാളത്തെ ചികിത്സയ്ക്കു ശേഷം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ പി ജയചന്ദ്രൻ്റെ വിയോഗം അപ്രതീക്ഷിതമായെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ. ഇന്നലെ വൈകിട്ടോടെ വീട്ടിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. വൈകിട്ടോടെ വീട്ടിൽ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ സാധ്യമായതെല്ലാം ചെയ്തെങ്കിലും രക്ഷിക്കാനായില്ലെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. പെട്ടെന്ന് കണ്ടീഷൻ മോശമായി. ഒരു 7:30 ആയപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നു. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, റീസസിറ്റേഷന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ 7:53 ആയപ്പോൾ നമുക്ക് ജയേട്ടനെ നഷ്ടപ്പെട്ടു. കരൾ സംബന്ധമായ അസുഖങ്ങളായിരുന്നു, കുറച്ച് നാളായിട്ട് ചികിത്സയിൽ ആയിരുന്നു. മലയാളിയുടെ ആത്മദുഃഖങ്ങളിലൊന്നാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ വിയോഗമെന്ന് പി ബാലചന്ദ്രൻ MLA പറഞ്ഞു. ആദ്യകാല കലോത്സവങ്ങളിലെ മൃദംഗ ചക്രവർത്തിയായാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതെന്നും MLA പ്രതികരിച്ചു. കലോത്സവത്തിന്റെ ചിലങ്ക അഴിക്കുന്നതിന് മുമ്പ് ആദ്യപാദങ്ങളിൽ കലോത്സവത്തിന് മൃദംഗ ചക്രവർത്തിയായി യേശുദാസിന്റെ ക്ലാസിക്കൽ സംഗീതത്തിന് മൃദംഗം വായിച്ച ജയേട്ടനാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഭാവഗായകനായ ജയേട്ടനും ഞങ്ങളുടെയൊക്കെ ശബ്ദ സൗകുമാര്യങ്ങളുടെ ഏറ്റവും അങ്ങേ തലത്തിൽ, വേദനകളുടെ, പ്രയാസങ്ങളുടെ എല്ലാറ്റിനെയും അങ്ങേ തലത്തിൽ പ്രതിനിധീകരിക്കുന്ന രണ്ടുപേരാണ് ജയേന്ദ്രനും യേശുദാസും. വലിയ സംഗീതജ്ഞൻ എന്ന ഭാവം ഒട്ടുമില്ലാതെ വലിയൊരു സുഹൃത്ത് വലയം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു പി ജയചന്ദ്രൻ എന്ന് നടൻ രാമു പറഞ്ഞു. സിനിമയിലെ ആദ്യകാലത്ത് സഹോദരതുല്യമായ സ്നേഹമാണ് എല്ലാവരോടും അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്നും തനിക്ക് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തായിരുന്നു പി ജയചന്ദ്രനെന്നും രാമു ഓർത്തെടുത്തു. ജയേട്ടന് 83 മുതൽ അടുപ്പാണ്. മദ്രാസിൽ ചെന്ന മുതൽ അദ്ദേഹം മദ്രാസിലാണ് താമസിച്ചത്. ഒരു സഹോദര തുല്യമായിട്ടുള്ള സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് കുറേ കാലമായിട്ട് 20 കൊല്ലമായിട്ട് തൃശ്ശൂരിലാണ്. അപ്പം എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട്, കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു വിയോഗം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. എല്ലാം ദൈവനിശ്ചയം എന്നല്ല, എന്താ പറയാ, വളരെ അടുത്ത ബന്ധമായിരുന്നു പേഴ്സണലായിട്ട്. എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി കീഴായൂരിൽ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തിയതിൽ മനം നൊന്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 50% പൊള്ളലേറ്റ കിഴക്കേ പുരയ്ക്കൽ വീട്ടിൽ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെയാണ് പട്ടാമ്പി കീഴായൂരിൽ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സാരമായി പൊള്ളലേറ്റ കിഴക്കേപുരയ്ക്കൽ വീട്ടിൽ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ വീടിനുള്ളിൽ നിന്ന് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2015 ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് ഇവർ 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു.
തിരിച്ചടവ് മുടങ്ങി. ഇതേ തുടർന്ന് കുടിശ്ശികയടക്കം 2022 കാലഘട്ടത്തിൽ 4.25 ലക്ഷം രൂപയായി. തുടർന്നാണ് ബാങ്ക് കോടതി അനുമതിയോടെ ജപ്തി നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM-ൽ അച്ചടക്ക നടപടി നേരിട്ട PK ശശി UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ സ്നേഹമധുരം പരിപാടിയുടെ ഉദ്ഘാടകനായി. വ്യത്യസ്ത നിലപാട് പുലർത്തുന്നവരോട് കുടിപ്പകയില്ലെന്നും നിലപാടുകൾ പറയാൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PK ശശി പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ PK ശശി UDF നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടത് CPM-ൽ ചർച്ചയായിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് അധ്യാപകർ പോലും ധിക്കാരി എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് PK ശശി പറഞ്ഞു. അതേസമയം നിലപാടുകളോട് യോജിക്കാത്തവരോട് ഇതുവരെ കുടിപ്പക വെച്ചു പുലർത്തിയിട്ടില്ല. തന്നോട് രാഷ്ട്രീയമായി വിരുദ്ധ നിലപാട് കാണിച്ചവരോട് പോലും ശത്രുത കാണിച്ചിട്ടില്ലെന്നും KTDC ചെയർമാൻ കൂടിയായ PK ശശി പറഞ്ഞു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ അയാൾ വലിയ ആളാകേണ്ടതില്ലെന്നും ഒന്ന് കുത്തിക്കളയാമെന്നും തോന്നുന്ന മനസ്സുള്ളവർ രൂപപ്പെട്ടു വരുന്ന കാലമാണിതെന്നും PK ശശി പ്രഭാഷണത്തിനിടെ സൂചിപ്പിച്ചു. ആളുകളെ പ്രശംസിക്കുമ്പോൾ അവരേത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു, അവരേത് സാമൂഹ്യ വിഭാഗത്തിൽ വരുന്നയാളാണ്, അവരുടെ കക്ഷി ഏതാണ്, രാഷ്ട്രീയം ഏതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ കഴിവുള്ളവരുടെ കഴിവ് അംഗീകരിച്ച് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായി അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഏത് കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായ നിലപാട്. എല്ലാ കാലത്തും എനിക്കൊരു നിലപാട്. എന്റെ നിലപാടുകൾ സുവ്യക്തവുമാണ്. ഏത് പ്രശ്നമാവട്ടെ, ആ നിലപാടുകൾ പരസ്യപ്പെടുത്താനും ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനും നാളിതുവരെ ഒരു ഭയവും എനിക്കുണ്ടായിട്ടില്ല. ഇത് കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുള്ള ഒരു സ്വഭാവം. CPM-ൽ തരം താഴ്ത്തൽ നടപടിക്ക് വിധേയനായ ശേഷം PK ശശി പുതുവർഷ ദിനത്തിലിട്ട FB പോസ്റ്റ് വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് PK ശശി UDF നേതാക്കൾ പങ്കെടുത്ത വേദി പങ്കിട്ടിരിക്കുന്നത്. CPM ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ PK ശശി കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം വേദിയിലെത്തിയത് CPM-ൽ ചർച്ചയായിട്ടുണ്ട്. പാർട്ടി തരം താഴ്ത്തിയിട്ടും അദ്ദേഹം KTDC ചെയർമാനായി തുടരുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് എതിർപ്പുണ്ട്. KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നുകൂടി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ PK ശശി CPM വിട്ടേക്കുമെന്ന തരത്തിലുള്ള ചർച്ചയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. പ്രസംഗത്തിനിടെ ആരെയോ കുത്തി സംസാരിക്കുന്നതായി തോന്നിയല്ലോ എന്ന പിന്നീടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് തന്റെ പ്രതികരണങ്ങൾ ആരെയെങ്കിലും ഉദ്ദേശിച്ചാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിനുത്തരവാദിയല്ലെന്നായിരുന്നു PK ശശിയുടെ പ്രതികരണം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സേവനത്തിന് വരുന്നവർക്ക് ചായ, ഐസ്ക്രീം, പായസം എന്നിവ നൽകുന്ന പദ്ധതിയാണ് സ്നേഹമധുരം. കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് KA ഹനീഫയുടെ സ്വന്തം ഓണറേറിയത്തിൽ നിന്നാണ് ആഴ്ചയിൽ 4 ദിവസം ഇഞ്ചി, നാരങ്ങ, പൈനാപ്പിൾ, ഗ്രീൻ ചായ തുടങ്ങിയ രുചികളും ബാക്കി 2 ദിവസം പായസം, ഐസ്ക്രീം എന്നിവയും നൽകുക. പഞ്ചായത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് KA ഹനീഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഷൗക്കത്ത് അലി തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമാണെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ. കേരള പോലീസിന്റെ അന്വേഷണത്തിന് അപ്പുറം CBIക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല എന്നും പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോൺ പറഞ്ഞു. 2017 ജനുവരിയിലും മാർച്ചിലുമായിട്ടാണ് വാളയാറിൽ 2 പെൺകുട്ടികൾ മരണപ്പെടുന്നത്. കൊലപാതകമാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത്. ഈ കേസിലാണ് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിൽ തൃപ്തിയില്ലാതെ വന്നതോടെയാണ് രക്ഷിതാക്കൾ CBIയെ സമീപിച്ചത്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നാണ് CBIയുടെ കണ്ടെത്തൽ.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ സെക്ഷൻ 21 പ്രകാരം രക്ഷിതാക്കൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ വിവരം നൽകാൻ വൈകി എന്നത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സ്വാഭാവികവുമാണ്. സുപ്രീം കോടതിയുടെ വിധികൾക്കെതിരായാണ് CBIയുടെ കുറ്റപത്രം. പെൺകുട്ടികളുടെ മരണം ആത്മഹത്യ മൂലമാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ അതൊന്നും പരിശോധിക്കാതെ നിയമത്തെ വക്രീകരിക്കുകയാണ് CBI നടത്തിയത്. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാനായി ജനുവരി 25-ന് വാളയാർ മുതൽ കളക്ടറേറ്റ് വരെ കാൽനട ജാഥ സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് ജോൺ പറഞ്ഞു. സെക്ഷൻ 21 പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഓർ റിപ്പോർട്ട് കേസ് ചെയ്യേണ്ടത് പോലീസാണ്. അപ്പോൾ ഫെയിലിയർ ടു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വന്നാൽ അവർക്കെതിരെ ആണ് നടപടി വേണം എന്നാണ് സെക്ഷൻ 21 പറയുന്ന 6 മാസത്തെ തടവ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുന്നതെന്ന് പറയുമ്പോൾ പോക്സോ കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ അവരെ പിടിക്കാനാണ് പോകുന്നത്. പോക്സോ സംബന്ധമായ വിവരങ്ങൾ മറച്ചു വെച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്താതെ വെച്ച് ആ ആൾക്കാരെ പിടികൂടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പ് വെച്ചിരിക്കുന്നത്. കഠിനമായ വകുപ്പ് വെച്ചിരിക്കുന്നത്. വേറൊരു നിയമ ഒഫൻസ് ഇതില്ല എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്നത് ആർക്കെതിരെയാണ് ഉപയോഗിച്ചത്? 2017 മുതൽ 2015 വരെ 7 കൊല്ലത്തിലധികമായി പ്രതികളെ പിടികൂടണം, ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരം ചെയ്യുന്ന ഒരു അബലയായ സ്ത്രീക്കെതിരെയാണ് ഈ നിയമത്തിലെ വകുപ്പെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് 7 കൊല്ലമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരെ. അവര് വളരെ പിന്നോക്ക സമുദായക്കാരി, സാമ്പത്തികമായി ഒന്നുമില്ലാത്തവർ, സപ്പോർട്ട് ചെയ്യാൻ ആരുടെയും പിന്തുണകൾ ആ കാലങ്ങളിൽ ഓർക്കണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. സ്വച്ഛ് വാർഡ്, ആത്മനിർഭർ വാർഡ്, സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടന്ന പരിപാടി സംവിധായകനും ഷൊർണൂർ നഗരസഭ സ്വച്ഛ് അംബാസഡറുമായ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. അത് ചെയ്യാൻ അത് ക്രൈമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അത് കുട്ടിക്കാലത്ത് പഠിക്കണം. അപ്പൊ ഇന്ന് വന്നപ്പോൾ ചെയർമാൻ പറഞ്ഞ കുട്ടികളാണ് മുഴുവൻ എന്ന് പറഞ്ഞു. നമ്മൾ കുട്ടികളാണ് വേണ്ടത്. എന്റെ പ്രായമുള്ള മൺവണ്ടികളൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നെ പോലുള്ള ഒരു 1000 പേരോട് ഇരുന്നിട്ട് അവരെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവര് എന്തെങ്കിലും ചെയ്യില്ല. അത് കതിരിൽ വളം വയ്ക്കുന്നത് പോലെയാണ്. ക്യാച്ച് ദം യങ്. കുട്ടികളെ പിടികൂടുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ റോഡില് നമുക്ക് ഒരു ക്ലാസ് റൂമുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ റോഡ് നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. വലതുവശം ചേർന്ന് നടക്കണം, ഇടതുവശം വണ്ടി പോകണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ പാലിക്കേണ്ട യഥാർത്ഥ മര്യാദകൾ, റോഡിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമുക്കൊരു പാഠമേ ഇല്ല. നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങൾ ഹൈവേയിൽ വണ്ടി എടുത്തിട്ടൊന്ന് ഇറങ്ങിയാൽ ഈ ബൈക്കുകൾ, വലിയ വണ്ടികൾ, ലോറികൾ, നിങ്ങൾ ദൈവം ഉണ്ടെന്ന് എനിക്ക് അത്ര അങ്ങനെ വലിയ വിശ്വാസമുള്ള ആളല്ല ഞാൻ. പക്ഷെ ദൈവം ഉണ്ടെന്ന് ചില സമയത്ത് നമുക്ക് തോന്നും. എങ്ങനെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തണമെന്ന് നമുക്കറിയില്ല. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, P ജിഷ, K കൃഷ്ണകുമാർ, ഫാത്തിമത്ത് ഫർസാന, കൗൺസിലർ സിനി മനോജ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, CDS ചെയർപേഴ്സൺ VC സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി. ക്ലീൻ സിറ്റി മാനേജർ SS മനോജ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പ്രഖ്യാപനം നിർവഹിച്ചു. നാടപ്പറമ്പ് സെൻട്രൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ടൗൺ ആഴ്ചയിലൊരിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. പരുതൂർ പഞ്ചായത്തിലെ മുഴുവൻ ടൗണുകളും ഹരിത ടൗണുകളായി
വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് ടൗണുകൾ ഹരിത ടൗണുകളായി മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിന് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP ഹസൻ സ്വാഗതം പറഞ്ഞു. വഹീദ ജലീൽ, മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, മുഹമ്മദ് അലി, MP ഉമർ, പഞ്ചായത്ത് സെക്രട്ടറി സാബു, ഹരിത കേരള മിഷൻ അംഗം പ്രവീൺ, വ്യാപാരി വ്യവസായി സമിതി അംഗം സിദ്ദിഖ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം മുഹമ്മദ് ഹാജി, CDS ചെയർപേഴ്സൺ ബാനസീറ, ഹെൽത്ത് ഇൻസ്പെക്ടർ P ദിവ്യ, ഹരിത കർമ്മസേന കോർഡിനേറ്റർ K അരുൺകുമാർ, മറ്റ് കർമ്മസേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിത പ്രതിജ്ഞയും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭയുടെ MCF ആൻഡ് RRF കേന്ദ്രം സംവിധായകൻ ലാൽ ജോസ് സന്ദർശിച്ചു. ജനപ്രതിനിധികൾക്കും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കും ഹരിത കർമ്മസേന അംഗങ്ങൾക്കുമൊപ്പം വെള്ളിയാഴ്ച രാവിലെയാണ് ലാൽ ജോസ് ഇവിടെ എത്തിയത്. കുട്ടികളുടെ ഹരിതസഭയും സ്വച്ഛതാ ചാമ്പ്യൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് ലാൽ ജോസ് ഷൊർണൂരിലെത്തിയത്. ഹരിത കർമ്മസേന അംഗങ്ങൾക്കൊപ്പവും ആരോഗ്യ വിഭാഗം ജീവനക്കാർക്കൊപ്പവും അദ്ദേഹം സമയം ചെലവഴിച്ചു. സെൽഫിയും മറ്റുമെടുത്താണ് MCFൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ SS മനോജ്, കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MCF ആൻഡ് RRF എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം സന്ദർശന പുസ്തകത്തിൽ ലാൽ ജോസ് രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2 ഏക്കറോളം നെൽകൃഷി കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചു. ചെറുതുരുത്തി മേച്ചേരി നമ്പറം കുളമ്പുമുക്ക് പാടശേഖരത്തിലെ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. മേച്ചേരി പാറക്കത്തൊടി സുധാകരൻ, നമ്പറത്ത് ശശിധരൻ, നമ്പറത്ത് സുരേഷ് ബാബു, മേച്ചേരിത്തൊടി കൃഷ്ണൻകുട്ടി, നമ്പറത്ത് വാസു, നമ്പുള്ളിത്തൊടി മണികണ്ഠൻ എന്നിവരുടെ 10 ഏക്കറോളം വരുന്ന നെൽകൃഷിയിലാണ് ഏകദേശം 2 ഏക്കറോളം കാട്ടുപന്നികൾ നശിപ്പിച്ചതായി കണ്ടത്. 90% വിളവെത്തിയ കതിർമണികൾ വിളവെടുക്കാറായപ്പോഴാണ് നാശനഷ്ടം സംഭവിച്ചത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു. നിരവധി തവണ അധികൃതരെ അറിയിച്ചതിനൊടുവിൽ കൃഷിവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തുകയും കൃഷി പൂർണ്ണമായും നശിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരത്തിന് സാധ്യതയുള്ളൂ എന്നാണ് കൃഷിവകുപ്പ് പറയുന്നതെന്ന് കർഷകർ പറയുന്നു. സുരേഷ് ബാബു എന്ന കർഷകൻ കൃഷി ഓഫീസർ ശ്രീജ മേഡത്തിനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ശ്രീജ മേഡം പറഞ്ഞ് ഇത് പോരാ, ഇത് കംപ്ലീറ്റ് ആയാലേ ഇൻഷുർ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കർഷകർ ആരോപണം ഉന്നയിക്കുന്നു. സംഭവം അറിഞ്ഞ് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൃഷിയിടം സന്ദർശിക്കുകയും കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം പാർട്ടി നടത്തുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. കർഷകർ കൃഷി ഓഫീസറോട് പോയി ഈ ആവലാതി പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. എന്നിട്ട് കൃഷിക്കാരോട് പറഞ്ഞത് ഈ നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി പോരാന്നാണ്. അപ്പോൾ ഇനിയും പന്നിക്കൂട്ടങ്ങളെയും വന്യജീവികളെയും കർഷകർ പോയി രംഗത്തിറക്കി ഇത് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കണം എന്നാണ് കൃഷി ഓഫീസർ പറയുന്നത്. ഇവിടെ ഉണ്ടായ നഷ്ടത്തിന് പരിഹാരം കാണുന്ന ഒരു സമീപനം ഇല്ലാത്തത് വളരെ ഖേദകരമാണ്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM മുഹമ്മദ് ഇക്ബാലിൻ്റെ നേതൃത്വത്തിൽ മഹിളാ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബീന, PR ബാബു, VM ഖാദർമോൻ, KM മുഹമ്മദ് എന്നിവരാണ് പാടശേഖരം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടി ആരോപിച്ച് പാലക്കാട് KVR ടാറ്റ സെന്ററിൽ CITU പ്രതിഷേധം. CITU പാലക്കാട് പുതുശ്ശേരി യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് കൂട്ടുപാത കുപ്പക്കാട് KVR ടാറ്റ യൂണിറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൂട്ടുപാത കുപ്പക്കാട് KVR ടാറ്റ സെയിൽസ് സർവീസ് സെന്ററിൽ മാനേജ്മെന്റ് യൂണിയനെ അംഗീകരിക്കാത്ത സ്ഥാപനത്തിലെ യൂണിയൻ നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് CITU ആരോപിക്കുന്നു. നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ ഏർപ്പെടുത്തി ടോർച്ചർ ചെയ്യുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് CITU പുതുശ്ശേരി പാലക്കാട് ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യൂണിറ്റിലേക്ക് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. KVR ടാറ്റ സെന്ററിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോമൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് NN കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.
CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ SB രാജു, TK നൌഷാദ്, V സരള, C അംബിക, M പത്മിനി ടീച്ചർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുരേഷ്, KASSEA യൂണിയൻ CITU സംസ്ഥാന ട്രഷറർ P സന്തോഷ് കുമാർ, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ്, യൂണിയൻ പാലക്കാട് ജില്ലാ സെക്രട്ടറി M മനൂഷ്, ജില്ലാ പ്രസിഡന്റ് KK സ്മിനു എന്നിവർ പ്രസംഗിച്ചു. ശമ്പള വർധനവ് നടപ്പിലാക്കണമെന്നും ട്രേഡ് യൂണിയനെ അംഗീകരിക്കണമെന്നും തൊഴിലാളി വിരുദ്ധ നടപടികളും പീഡനങ്ങളും ഭീഷണിയും അവസാനിപ്പിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സർക്കാരിൻ്റെ സ്റ്റാമ്പിംഗ് സംവിധാനം തികഞ്ഞ പരാജയമാണെന്ന് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ. പൊതുജനത്തെ വരി നിർത്തുന്ന പ്രാകൃത രീതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പാലക്കാട് നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാരിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് കാലതാമസം നേരിടുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. 3.5 കോടി ജനങ്ങൾക്ക് 2000 അക്ഷയ കേന്ദ്രങ്ങൾ പര്യാപ്തമല്ല. സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ വ്യാപകമായി ആരംഭിക്കണം. സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും പ്രാകൃതമാണ്. ഈ മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ സർക്കാർ തയ്യാറാകാത്തത് നീതീകരിക്കാനാകില്ല. ഇക്കാര്യത്തിൽ സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ രംഗത്തിറങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈൻ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ 2000 അക്ഷയ കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങൾക്ക് ഓൺലൈൻ സർവീസ് മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ അവർകളോടും മന്ത്രി MP രാജേഷ് അവർകളോടും ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിവേദനം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഓൺലൈൻ സെന്ററുകൾക്കും CSC സെന്ററുകൾക്കും അക്ഷയ സെന്ററുകൾ മുഖേന ചെയ്യുന്ന ഓൺലൈൻ സേവനങ്ങൾ നൽകിയാൽ മാത്രമേ കേരളത്തിലെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും സർക്കാരിൽ നിന്ന് മുഴുവൻ ഓൺലൈൻ സെന്ററുകൾക്കും പ്രവർത്തനാനുമതി നേടിയെടുക്കാനും കഴിഞ്ഞ ചാരിതാർത്ഥ ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംസ്ഥാന ശില്പശാലയിലേക്ക് കടന്നു വരുന്നത്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരി, ഹരിപ്രസാദ്, സുനിൽ പല്ലാവൂർ, സഹദേവൻ, പ്രദീപ് മേനോൻ, പ്രവീൺ മുടപ്പല്ലൂർ, ഷിജി നെന്മാറ, അരുൺ R, പ്രസാദ് S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കിരീടം നടുവട്ടം ജനതാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. വിവാദമുണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പട്ടാമ്പി AEO ട്രോഫി കൈമാറിയത്. ട്രോഫിക്കും കിരീട നേട്ടത്തിലേക്ക് സ്കൂളിനെ നയിച്ച പ്രതിഭകൾക്കും വിദ്യാലയത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിവാദമുണ്ടായ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് പട്ടാമ്പി AEO ട്രോഫി നടുവട്ടം ജനതാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറിയത്. എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നേരത്തെ ട്രോഫി ലഭിച്ചത്. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് ട്രോഫി കൈമാറാൻ തീരുമാനമായിരുന്നു. എന്നാൽ ട്രോഫി ലഭിച്ചിരുന്നില്ല. അധികൃതരുടെ ഭാഗത്തുനിന്ന് ട്രോഫി ലഭിക്കാൻ വൈകിയതിനെതിരെ സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും വെള്ളിയാഴ്ച പട്ടാമ്പി AEO ഓഫീസിൽ എത്തി പ്രതിഷേധിച്ചു. പട്ടാമ്പി AEO ബാബുരാജിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. നമ്മൾ ഈ മുതിർന്ന 1000-ഓളം വരുന്ന കുട്ടികളെ അവരെ സംയമനപ്പെടുത്തി, ഈ കുട്ടികളുടെ ഇടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ചർച്ച ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചും ഒരുപാട് രാത്രികളും പകലുകളും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കും ഈ വികാരം ഉണ്ടാവും. നമ്മൾ നിയന്ത്രിക്കുന്നതിന് അനുസരിച്ച് കുട്ടികളുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോൾ സമയം പോകുന്തോറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനൊരു സാറ് ഈ വിദ്യാഭ്യാസ മേധാവി എന്നുള്ള രൂപത്തിൽ അത് അവർ എന്തായാലും ആ സാധനം ഇവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരു 2:30 മണി വരെ സമയമാണ് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്. സാറിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേ തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിയോടെ ട്രോഫി സ്കൂളിൽ എത്തിക്കാമെന്ന് AEO അറിയിക്കുകയായിരുന്നു. ട്രോഫി AEO നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർക്ക് കൈമാറിയതോടെ പ്രശ്നത്തിന് പരിഹാരമായി. വിദ്യാലയത്തെ 1ാം സ്ഥാനത്തെത്തിച്ച പ്രതിഭകൾക്കും ട്രോഫിക്കും
സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ജനതയുടെ മുറ്റത്തേക്കെത്തിയ അപൂർവ സുന്ദര നിമിഷത്തിന് ദൃക്സാക്ഷികളായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാഹനത്തിന് പിറകിലായി വർണ്ണശബളമാർന്ന ഘോഷയാത്ര കടന്നു വരികയാണ്. ആശീർവദിക്കുക, അഭിനന്ദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചില മത്സര ഫലങ്ങൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നേരത്തെ തന്നെ AEOയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയെ അന്വേഷണത്തിനായി നിശ്ചയിക്കുകയും ചെയ്തു. സമിതി നടത്തിയ അന്വേഷണത്തിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രോഫി ജനത ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചത്. രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേട് നടത്തിയെന്നാണ് നടുവട്ടം സ്കൂളിൻ്റെ ആരോപണം. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശനമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പട്ടാമ്പി AEO ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ പേര് വന്നിട്ടും വീട് ലഭിക്കാതെ പഞ്ചായത്തിൽ കാത്തിരുന്ന് വലയുകയാണ് അപേക്ഷകർ എന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ജനറൽ ലിസ്റ്റിൽ 204 പേരിൽ 20ഓളം പേർക്ക് മാത്രമാണ് വീട് ലഭിച്ചതെന്നും അർഹരായ കുടുംബങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും വീട് ലഭിക്കുവാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്നും അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. വിധവകളും രോഗികളുമായി നിരവധി അപേക്ഷകർ പഞ്ചായത്ത് കയറി അലയുകയാണെന്നും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഈ പദ്ധതിയുടെ മേനി പറഞ്ഞു നടക്കുന്ന സർക്കാരും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി കണ്ടെത്താൻ സമയം കണ്ടെത്തണമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. ഇതുവരെ നാമമാത്രമായവർക്കാണ് വീട് ലഭിച്ചതെന്നും അതിൽ തന്നെ മുഴുവൻ തുക ലഭിച്ചിട്ടില്ല എന്നും അൻവർ സാദിഖ് കൂട്ടിച്ചേർത്തു. പാലക്കാട് ബ്ലോക്കിൽ തന്നെ ഏറ്റവും കുറവ് ബ്ലോക്ക് ഫണ്ട് ലഭിച്ചത് മണ്ണൂർ പഞ്ചായത്തിനാണെന്നും പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വാധീനമുണ്ടായിട്ട് പോലും കൂടുതൽ ഫണ്ട് ലഭിക്കാനുള്ള നടപടികൾ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നും അൻവർ സാദിഖ് പറഞ്ഞു. വർഷങ്ങളായി ഷെഡിൽ കഴിഞ്ഞവർ ബാങ്ക് വായ്പ എടുത്ത് വീട് വെച്ചെങ്കിലും ഇപ്പോൾ ജപ്തി നടപടി നേരിടുകയാണെന്നും എത്രയും വേഗം ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. അവർ മുട്ടാത്ത വാതിലുകളില്ല. കുറെ ആളുകൾ ഷെഡിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർ വീട് പൂർത്തീകരിച്ച ആളുകളുണ്ട്. അവർ ഇപ്പോ അത് അടയ്ക്കാൻ പറ്റാതെ ജപ്തി ഭീഷണിയിൽ നോട്ടീസ് വന്ന് ബാങ്കുകാർ വീടിൽ നോട്ടീസ് ഒട്ടിക്കുന്ന പല ആളുകളും എന്നെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ലൈഫിൽ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മണ്ണൂർ പഞ്ചായത്തിലെ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഒറ്റപ്പാലത്തിന് ഇത് സിനിമയുടെ പൂക്കാലം. ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ 8ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വള്ളുവനാടിന്റെ സാംസ്കാരിക നഗരിയിൽ തിരിതെളിഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടി നോക്കി കാണാറുണ്ട്. 30 വർഷമായിട്ടുള്ള നാടക പ്രവർത്തക എന്ന നിലയ്ക്ക് എന്നെ ആരും അറിയില്ല. ഒരു സിനിമയിൽ അംഗീകാരം കിട്ടിയപ്പോൾ എന്നെ എല്ലാവരും അറിയുന്നു. അപ്പോൾ സിനിമയും നാടകവും തമ്മിലുള്ള ഒരു വലിയ അന്തരം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടിയും അല്പം രസത്തോടു കൂടിയൊക്കെ നോക്കി കാണുകയാണ്. അത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രേംകുമാർ സാർ പറഞ്ഞ പോലെ ആളുകളുടെ ഉള്ളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന മാധ്യമം തന്നെയാണ് സിനിമ. ഉദ്ഘാടന ചടങ്ങിൽ ഫെസ്റ്റിവൽ സംഘാടക സമിതി ചെയർമാൻ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നടൻ ശങ്കർ, FFSI അസിസ്റ്റന്റ് റീജിയണൽ സെക്രട്ടറി CK പ്രവീൺ, ഡോക്യുമെൻ്ററി സംവിധായകനും ചലച്ചിത്ര പ്രവർത്തകനുമായ RP അമുദൻ, ജയകൃഷ്ണൻ വല്ലപ്പുഴ, IM സതീശൻ, R ശ്രീഹരി, A അഷ്റൂഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമ്മാൾ പ്രദർശിപ്പിച്ചു. ഡെലിഗേറ്റ് സെല്ലിൻ്റെ ഉദ്ഘാടനം ജ്വാല കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് S കൃഷ്ണദാസ് നിർവഹിച്ചു. പിന്നണി ഗായകൻ ഭവിൻ വിനോദ് ആദ്യ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങി. 12-ാം തീയതി വരെ കേരള ചലച്ചിത്ര അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ ലക്ഷ്മി തിയേറ്റർ സ്ക്രീൻ 1, 2, തിയേറ്റർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് ചലച്ചിത്രോത്സവം നടക്കുക. 4 ദിവസങ്ങളിലായി 40ഓളം സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU പറളി യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനമുണ്ട്.
അത് ഞാൻ ഈ അവസരത്തിൽ ടീച്ചറെ മനസ്സിലാക്കി പറഞ്ഞു. പേഷ്യൻസിന്റെ സംഘടന എന്താണെന്ന് നമുക്കറിയാം. പിന്നെ ഒരു ജോലി കിട്ടി, ചിലപ്പോൾ 20 വർഷം തുടങ്ങി 56 വയസ്സിലുള്ള കാലഘട്ടം. നിങ്ങൾ ജോലി കിട്ടി, അതിനുശേഷം കല്യാണം, കുട്ടികൾ, അവരുടെ പഠിത്തം, പിന്നെ അതുപോലെ കല്യാണ ചെലവ് എല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമ വേളയാണ് ശരിക്കും പറഞ്ഞാല്. ഈ വിശ്രമ വേളയിൽ നമ്മുടെ വീട്ടിൽ നിൽക്കാതെ തന്നെ നമ്മുടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ക്ഷേമപ്രദങ്ങളും അവർക്ക് കിട്ടേണ്ട സൗകര്യത്തിന് രാമകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KM പുലരി ചൊല്ലിയ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TV ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ രാധാറാണി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സരസ്വതി ടീച്ചർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. റൂറൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ S മോഹനൻ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരിയായി. PV ചാമുണ്ണി പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, സംസ്ഥാന കൗൺസിൽ അംഗം PR രാജേശ്വരി, റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ, യൂണിറ്റ് രക്ഷാധികാരികളായ N മാണിക്കൻ, MC ബാലൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസ് സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PA നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 5 വർഷം 50 വീട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർധനർക്ക് നൽകുന്ന 8ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 12 വൈകിട്ട് 6 മണിക്ക് ഈസ്റ്റ് മനശ്ശേരിയിൽ മന്ത്രി MB രാജേഷ് ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോലാണ് കൈമാറുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വീടുകളിൽ പണി പൂർത്തിയാക്കിയ 8 എണ്ണമാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. ബാക്കി 2 എണ്ണം ഫെബ്രുവരി മാസത്തിൽ കൈമാറും. സംസ്ഥാനത്തെ നിർധനരായ കുടുംബങ്ങൾക്കാണ് 50 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കുന്നത്. 2014 രൂപീകരിച്ച ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നാളിതുവരെയായി ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പമ്പാവാസൻ നായർ, കലാദേവി പമ്പാവാസൻ, മുരളീധരൻ, PK സുരേഷ്, രഘുനാഥൻ, ഇസഹാക്ക് ചേക്കു എന്നിവരാണ് ട്രസ്റ്റിൻ്റെ ബോർഡ് അംഗങ്ങൾ. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രമുഖ സംരംഭകനായ പമ്പാവാസൻ നായർ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായുള്ള CMN ട്രസ്റ്റ് അതിൻ്റെ ദശാബ്ദി വേളയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നടത്തിയ ചടങ്ങിലാണ് 10 വീടുകൾ പ്രഖ്യാപിച്ചത്. 500 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ്, ഫാൻ, ഗ്യാസ് അടുപ്പ് മുതലായവയും കുടുംബനാഥയ്ക്ക് ട്രസ്റ്റ് നൽകും. അശരണരായ നിരാലംബർക്ക് വെയിലും മഴയും ഭയക്കാതെ കിടന്നുറങ്ങാൻ കെട്ടുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ അമരക്കാരനാവാൻ സാധിക്കുന്നതിൻ്റെ സംതൃപ്തിയിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. ഇത്തരം പദ്ധതികൾക്കൊപ്പം ചികിത്സാ ധനസഹായം ഉൾപ്പെടെ ട്രസ്റ്റ് നൽകി വരുന്നുണ്ട്. ഫ്രണ്ട് പേജിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അപേക്ഷയ്ക്കുള്ള ഫോം, അതുകൂടാതെ ഈ അർഹത നേടാൻ അപേക്ഷകർ അർഹത നേടാനുള്ള വ്യവസ്ഥകളും നിബന്ധനകളൊക്കെ ആ ലിങ്കിൽ വളരെ വിശദമായിട്ട് കൊടുക്കും. അങ്ങനെ ആ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 100-ൽ പരം അപേക്ഷകൾ കിട്ടുകയുണ്ടായി. ഈ 100-ൽ പരം അപേക്ഷകൾ നമ്മൾ പലതും വ്യവസ്ഥകളോ നിബന്ധനകളോ ഒക്കെ പാലിക്കാത്ത അപേക്ഷകളായിരുന്നു പലരും അയച്ചത്. അപേക്ഷ അയക്കാനുള്ള മാതിരി പിന്നെ നമ്മൾ ആ വ്യവസ്ഥകളും നിബന്ധനകളൊക്കെ നോക്കി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10-40 പേരോളം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന സമയത്ത് വീണ്ടും നമ്മളൊരു 10-30ഓളമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവരെ വിസിറ്റ് ചെയ്യാനുണ്ടായത്. കാരണം എന്ന് വെച്ചാൽ ട്രസ്റ്റിൻ്റെ ഓഫീഷ്യൽസായ ഇപ്പോൾ ചേക്കു, പിന്നെ സന്തോഷ്, അനീഷ്, ഇവരെല്ലാവരും ഇവരെ വിസിറ്റ് ചെയ്യലാണ് ഉണ്ടായത്. ഇവരെ വിസിറ്റ് ചെയ്ത് ഇവരോട് സംസാരിച്ച് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം വിലയിരുത്തി കാര്യങ്ങളൊക്കെ ശരിക്കും പരിശോധിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ 10 വീടുകൾ കണ്ടെത്തുകയാണ് ഉണ്ടായത്. CMN ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ, ബോർഡ് അംഗം കലാദേവി പമ്പാവാസൻ, PT നരേന്ദ്രമേനോൻ, ഗോപിനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല മൗണ്ട് സീന ITIയിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സ്കിൽ ഫോർജ് എക്സ്പോ സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ തൊഴിൽ വേണ്ടതാണ്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ
താല്പര്യമുള്ളവരെ എന്ന് പറയുന്ന അത്രയും ഒഴിവുണ്ട്. മറുഭാഗത്ത് അതിശക്തമായിട്ടുള്ള ജോലിയില്ല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ നല്ല വിദ്യാഭ്യാസമുള്ള തൊഴിൽ അന്വേഷകരായിട്ടുമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇത്തരം ഐഡിയകളുടെ എല്ലാം പ്രസക്തി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. മൗണ്ട് സീന ഗ്രൂപ്പ് വൈസ് ചെയർമാൻ എ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ റംല EH റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. മൗണ്ട് സീന സെക്രട്ടറി KP അബ്ദുൾ റഹ്മാൻ, CEO KK മുഹമ്മദ് ബഷീർ, ശ്രീജിത്ത് TV, മലമ്പുഴ വനിതാ ITI പ്രിൻസിപ്പൽ നാസർ, ഷംസുദ്ദീൻ പത്തിരിപ്പാല, മൗണ്ട് സീന പ്രിൻസിപ്പൽ സർഫാന നവാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ITI പ്രിൻസിപ്പൽ സിദ്ദിഖ് സ്വാഗതവും ജയപ്രകാശ് MP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പനയൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി പൂരം മഹോത്സവം വർണ്ണാഭമായി. ജനുവരി 1 ആരംഭിച്ച ആഘോഷ പരിപാടികൾക്കാണ് വ്യാഴാഴ്ച ഉത്സവത്തോടെ സമാപനമായത്. വ്യാഴാഴ്ച പുലർച്ചെ ആചാരവെടിയോടെയാണ് ഉത്സവ വിളംബരം നടന്നത്. തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, ഉപദേവന്മാർക്കുള്ള പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷം തലയണപ്പറമ്പിൽ വാസുദേവന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളമുണ്ടായി. പനയൂർ ശിവക്ഷേത്ര സന്നിധിയിലേക്ക് 2 മണിയോടെ ഭഗവാന്റെ കൊട്ടിപ്പുറപ്പാട് ആരംഭിച്ചു. ശിവക്ഷേത്രത്തിൽ മേളം, ശിവജ്യോതി സ്വീകരിച്ച് താലത്തിലേക്ക് പകരൽ, ശിവക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്റെയും പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ ശിവജ്യോതി വഹിച്ചുകൊണ്ടുള്ള തിരിച്ചുവരവ് എന്നിവയുമുണ്ടായി. വൈകിട്ട് 4:30 ഉപവേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. വൈകിട്ട് ദീപാരാധന, നിറമാല, തുടർന്ന് അത്താഴപൂജ, രാത്രി 8 കൂട്ടിയെഴുന്നള്ളിപ്പ്, 9 ഫോക്ക് മെഗാ ഷോ എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കാരക്കാട് അയ്യപ്പൻ കോവിലിൽ കെട്ടുവിളക്ക് മഹോത്സവം താലപ്പൊലി വ്യാഴാഴ്ച ആഘോഷിച്ചു. ആറാട്ട്, കുംഭാഭിഷേകം, അഷ്ടദിക്ക് പൂജ, തായമ്പക, നമ്പ്രം, വേലക്കുടയ്ക്ക് സ്വീകരണം, പാണ്ടിമേളം, പാലക്കൊമ്പെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, കോമരങ്ങളുടെ നൃത്തം, ഡബിൾ തായമ്പക, അയ്യപ്പൻ പാട്ട് എന്നിവ നടന്നു. പാലക്കൊമ്പെഴുന്നള്ളിപ്പിനൊപ്പം പൂക്കാവടികളും കാവടിയാട്ടവും ഉണ്ടായിരുന്നു. വയോധികനെ വീടിന് മുൻവശത്തുള്ള ഷെഡിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൂട്ടുപാത അമ്പാട്ട് ഗ്രാമത്തിൽ താമസിക്കുന്ന അമ്പാട്ട് പറമ്പിൽ 82 വയസ്സുള്ള കുഞ്ഞിനെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഭാര്യ പരേതയായ സരോജിനി, മകൾ അശ്വിനി, മരുമകൻ ഉണ്ണികൃഷ്ണൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവഗായകന് പ്രണാമം അർപ്പിച്ച് കേരളം. അന്തരിച്ച ഗായകൻ P. ജയചന്ദ്രന്റെ സംസ്കാരം ശനിയാഴ്ച. സംസ്കാര ചടങ്ങുകൾ നടക്കുക എറണാകുളം പറവൂർ ചേന്ദമംഗലം പാലയത്ത് തറവാട്ടിൽ. പ്രിയ ഗായകന് അന്ത്യോപചാരമർപ്പിക്കാൻ തൃശൂരിലെത്തിയത് ആയിരങ്ങൾ. പട്ടാമ്പി കീഴായൂരിൽ ബാങ്കിന്റെ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 50% പൊള്ളലേറ്റ വീട്ടമ്മ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഷൊർണൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തിക്കെത്തിയപ്പോൾ തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചത് കീഴായൂർ കിഴക്കേ പുരയ്ക്കൽ വീട്ടിൽ ജയ. CPM-ൽ അച്ചടക്ക നടപടി നേരിട്ട PK ശശി UDF ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിൽ സ്നേഹമധുരം പരിപാടിയുടെ ഉദ്ഘാടകനായി. വ്യത്യസ്ത നിലപാട് പുലർത്തുന്നവരോട് കുടിപ്പകയില്ലെന്നും നിലപാടുകൾ പറയാൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ലെന്നും PK ശശി. ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ ശേഷിക്കെ KTDC ചെയർമാൻ കൂടിയായ PK ശശി UDF നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടത് CPM-ൽ ചർച്ചയാകുന്നു. വാളയാർ കേസിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതിയാക്കിയ CBI നടപടി അപലപനീയമെന്ന് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ. കേസ് അന്വേഷണത്തിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിനപ്പുറം CBIക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വാളയാർ കേസിന്റെ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ 25-ന് കാൽനട ജാഥ നടത്തും.
വിവാദങ്ങൾക്കൊടുവിൽ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കിരീടം നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറി. നടപടി നേരത്തെ ജേതാക്കളായി പ്രഖ്യാപിച്ച എടപ്പലം PTYM ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാമതെത്തിയത് പോയിന്റ് പട്ടികയിലെ ക്രമക്കേടിനെ തുടർന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ. ട്രോഫിക്ക് നടുവട്ടം സ്കൂളിൽ ഉജ്ജ്വല വരവേൽപ്പ്. ചെറുതുരുത്തിയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ വൻ കൃഷിനാശം. മേച്ചേരി നമ്പ്രം കുളമ്പുമുക്ക് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. കർഷകരെ സംരക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്തും കൃഷിവകുപ്പും നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. മാലിന്യമുക്ത നവകേരളം. പരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ വേണമെന്ന് അധികൃതർ. ഷൊർണൂരിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ. ഒറ്റപ്പാലത്തിന് ഇത് സിനിമയുടെ വസന്തകാലം. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വള്ളുവനാടിന്റെ സാംസ്കാരിക നഗരിയിൽ തിരിതെളിഞ്ഞു. ചലച്ചിത്രോത്സവം ജനുവരി 12 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.